അതെ, കല്യാണത്തിന് മുന്നേ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന പല കാര്യങ്ങളും കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ വെറുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ചില സമയത്ത് ഞാൻ ചെയ്യാറേ ഇല്ല, ചില സമയത്ത് നിവർത്തിയില്ലാണ്ട് ചെയ്യും. അതിലൊന്നാണ് വീട് ഒതുക്കി പെറുക്കി വയ്ക്കൽ, നമ്മുടെ കബോർഡ് തുണികളൊക്കെ ഒതുക്കി പെറുക്കി വയ്ക്കൽ കേട്ടോ. ഒട്ടും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ആരൊക്കെ ഉണ്ടെന്ന് അറിയാലോ. ചിലപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാൻ ഇങ്ങനെ ആവാനുള്ള പ്രധാന കാരണം എൻ്റെ വീട്ടിൽ ഞാനല്ലാത്ത ബാക്കി 3 പേരാണ്. 2 എൻ്റെ സ്വന്തം പ്രോപ്പർട്ടി ഞാൻ പ്രസവിച്ചത്, വേറെ ഒരെണ്ണം ഉണ്ടല്ലോ അതെൻ്റെ അമ്മായിമ്മ പ്രസവിച്ചതാണ്. എനിക്ക് ദേഷ്യം വന്നാൽ എൻ്റെ 2 മക്കളിൽ ഞാൻ നന്നായിട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ എൻ്റെ അമ്മായിമ്മൻ്റെ മകനെ എനിക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല, അവകാശമില്ലല്ലോ, സഹിക്കുക തന്നെ, അല്ലാണ്ട് എന്താ. ഇപ്പോൾ പുറത്ത് പോകാൻ നേരത്തും എൻ്റെ അത് കാണാനില്ല, ഇത് കാണാനില്ല, അപ്പുറത്ത് കാണാനില്ല, ഇപ്പുറത്ത് കാണാനില്ല, പരാതി മാത്രമേ ഉള്ളൂ. എൻ്റെ ഒന്നും കാണാനില്ല. ചെറിയ മക്കളെ പോലെ വന്ന് പറയും എൻ്റെ ഒന്നും കാണാനില്ല, എവിടെയോ ഞാൻ ആർക്കും എടുത്ത് വിറ്റ പോലെയാണ്. അങ്ങനെ എനിക്ക് ഭയങ്കര ദേഷ്യം വന്ന ഒരു ദിവസം ഇങ്ങോട്ട് പുറത്ത് പോയപ്പോൾ ഞാൻ കബോർഡൊക്കെ വലിച്ച് വാരി എടുത്തിട്ടു. പക്ഷെ അങ്ങോട്ടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല, വേനൽക്കാലമായപ്പോൾ എനിക്ക് കുറച്ച് ടീഷർട്ടുകളുടെ ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങോരുടെ അലമാര തപ്പിയിട്ടുണ്ടെങ്കിൽ കുറേ നമുക്ക് ആവശ്യമുള്ളത് കിട്ടാമല്ലോ. എന്തൊക്കെയാണ് എവിടെയൊക്കെ ഉള്ളതെന്ന് ആൾക്കൊരു ബോധവും നിശ്ചയില്ല. എല്ലാം ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് അവിയൽ പോലെ കിടക്കല്ലേ. അങ്ങനെ ഞാൻ വൃത്തിയാക്കിയ കൂട്ടത്തിൽ എനിക്ക് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ കിട്ടുകയും ചെയ്തു. കാണാതെ പോയ ഒരുപാട് കാര്യങ്ങൾ കിട്ടി. എവിടെ പുറത്തിറങ്ങുകയാണെങ്കിൽ എൻ്റെ സോക്സ് കാണാനില്ല, ടൈ കാണാനില്ല, അത് കേട്ട് മടുത്തു കേട്ടോ. അങ്ങനെ കുറേ കിട്ടിയതിനൊക്കെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. കുറേ ടൈകൾ കിട്ടി, കുറേ ഷർട്ടുകൾ കിട്ടി. കാണാതെ പോയ പല സാധനങ്ങളും എനിക്ക് കബോർഡിനകത്ത് നിന്ന് കിട്ടിയിട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കണ്ടോ എന്തൊക്കെ സെഷനായിട്ടാണെന്നറിയോ സാധനങ്ങളുള്ളത്. ജോഗിങ്ങിന് പോകാനുള്ള ഡ്രസ്സുകൾ, വീട്ടിലിടാനുള്ള ഡ്രസ്സുകൾ, പുറത്ത് പോകുമ്പോൾ ഇടാനുള്ളത്, വിദേശത്ത് പോകാനുള്ള തെർമൽസ്, കോട്ടുകൾ, വെയിലത്ത് പോകുമ്പോൾ ഇടാനുള്ളത്, തണുപ്പത്ത് പോകാനിടാൻ. അയ്യോ മടുത്തു. എല്ലാം ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. എത്ര ദിവസത്തേക്കാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലോ ഇരിക്കട്ടെ. ശുഭം.